ഷാജി, ഗുഡ് മോർണിംഗ്. ഇന്ന് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്? ഒപ്പം തന്നെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ഒരു സാഹചര്യം എന്താണ് ഷാജി? തീർച്ചയായിട്ടും മനു, ഇന്ന് ജില്ലാ പഞ്ചായത്തിൽ നമ്മൾ നേരത്തെ ജില്ലാ പഞ്ചായത്തിൽ ഏതാണ്ട് ഒരു സീറ്റ് മാത്രമായിരുന്നു UDF ലഭിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ ഏതാണ്ട് 8 സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. 23 ഡിവിഷനുകളായിട്ട് 8 UDF ലഭിച്ചിരിക്കുന്നത്. ബാക്കി 16 LDF. അപ്പോൾ LDF A മഹീന്ദനാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അദ്ദേഹം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അതോടൊപ്പം തന്നെ ഷീന സനൽകുമാറാണ് വൈസ് പ്രസിഡൻ്റായിട്ട് ചുമതലയേൽക്കുക. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം നഗരസഭകളിൽ ഒക്കെ തന്നെ പുതിയ ചെയർമാൻമാരെയൊക്കെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ചെങ്ങന്നൂരും മാവേലിക്കരയിലും അതോടൊപ്പം തന്നെ ഹരിപ്പാടുമൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധികളാണ് വന്നത്. അവർക്ക് കോൺഗ്രസിനായിരുന്നു അവിടെ ഏറെ പ്രാമുഖ്യമുണ്ടായിരുന്നത്. നേരത്തെ നമ്മൾ ഏതാണ്ട് 3-3 എന്നുള്ളൊരു ക്രമത്തിലായിരുന്നു ആലപ്പുഴയിൽ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ചേർത്തല നഗരസഭ മാത്രമാണുള്ളത്. ചേർത്തലയിലെ സോബിൻ, CPM നേതാവായിട്ടുള്ള സോബിനാണ് ഇപ്പോൾ അവിടെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ചേർത്തലയിൽ മാത്രമാണ് നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷത്തിൽ ജയിക്കാനായത്. ഇനിയിപ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകളും ഒക്കെ തന്നെ ബലാബലം നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം കായംകുളത്ത് നഗരസഭയിൽ ചെയർപേഴ്സൺ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് കൂടി വാങ്ങിച്ചാണ് ചെയർപേഴ്സണായത്. അങ്ങനെയുള്ള പരാതികളൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. ആലപ്പുഴ നഗരസഭ പരിശോധിച്ചാൽ തന്നെയും ഏതാണ്ട് 22-23 എന്ന ക്രമത്തിലാണ് നിൽക്കുന്നത്. അതിൽ ഒരാൾ PDP, ഒരാൾ വെൽഫെയർ പാർട്ടി, ഒരു സ്വതന്ത്രൻ, ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു കക്ഷിനില. പക്ഷേ അതിൽ ഇന്നലെയും ഒരു സ്വതന്ത്രനെ കക്ഷി ചേർത്തുകൊണ്ടാണ് അവർക്ക് ഭരണം നിലനിർത്താനായത്. അതും ഓപ്പൺ വോട്ടാണ് നടന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ചില തർക്കങ്ങളൊക്കെ തന്നെ ആലപ്പുഴ നഗരസഭയിൽ ഉണ്ടായിരുന്നു. കാര്യം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കണ്ടതാണ് ഷാജി. ഇന്ന് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമുക്കറിയാമല്ലോ, കണക്കുകൾ നമ്മുടെ മുൻപിൽ ഏകദേശമുണ്ട്. അവിടെ ഈ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പഞ്ചായത്തുകളോ അതല്ലെങ്കിൽ നിർണായകമായേക്കാവുന്ന പഞ്ചായത്തുകളോ മറ്റോ ഉണ്ടോ? ബ്ലോക്ക് അങ്ങനെ ഉണ്ടോ? തീർച്ചയായിട്ടും മനു, നിരവധി പഞ്ചായത്തുകളാണ്. മൊത്തം ജില്ലയിൽ 72 പഞ്ചായത്തുകളാണുള്ളത്. കഴിഞ്ഞ തവണ ഏതാണ്ട് 50 പഞ്ചായത്തുകളും ഇടതുപക്ഷമാണ് ഭരിച്ചത്. ഇത്തവണ ഏതാണ്ട് ഭൂരിപക്ഷം പഞ്ചായത്തുകളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇന്നത്തെ തിരഞ്ഞെടുപ്പുകൾ പൂർത്തിയായാൽ മാത്രമേ ഇത് സംബന്ധിച്ച് നമുക്കൊരു കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ. കാര്യം പലരുടെയും വോട്ടുകൾ എങ്ങോട്ട് പോകും, എങ്ങോട്ട് മറിയും, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും LDF-നേക്കാൾ ഭൂരിപക്ഷം UDF ലഭിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ എല്ലായിടവും നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് മാത്രമാണ് നല്ല ഭൂരിപക്ഷത്തിൽ LDF നിലനിർത്താൻ സാധിച്ചത്. മറ്റുള്ള ത്രിതല പഞ്ചായത്തുകളിൽ, ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും വ്യക്തിപരമായ വോട്ടുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ഏതൊക്കെ പഞ്ചായത്ത് ആർക്കൊക്കെ ലഭിക്കുമെന്നുള്ളത് ഇന്നത്തെ ഏതാണ്ട് ഒരു 10-12 മണിയോടുകൂടി മാത്രമേ നമുക്ക് വ്യക്തമാവുള്ളൂ. കൃത്യമായ ഭൂരിപക്ഷം ലഭിച്ച പഞ്ചായത്തുകൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റ് പഞ്ചായത്തുകളൊക്കെ തന്നെ കക്ഷികളുടെ ബലാബലം നിൽക്കുന്ന പഞ്ചായത്തുകളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.